Hi guys, welcome back to our YouTube channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്കിൻ കെയർ മെത്തേഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. സോ നമുക്ക് എന്തായാലും വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും, പിന്നെ ചെയ്തും കാണിക്കുന്നതായിരിക്കും കേട്ടോ. സോ എന്തായാലും വീഡിയോ മിസ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇനിയും ആരെങ്കിലും എൻ്റെ ഈ ഒരു കുഞ്ഞു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വരുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്, സോ ദാറ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും കേട്ടോ. ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന സ്കിൻ കെയർ മെത്തേഡ് വന്നിട്ട് ഡബിൾ ക്ലെൻസിങ് സ്കിൻ കെയർ മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് മോസ്റ്റ്ലി യൂസ് ചെയ്ത് വരുന്നത് നമ്മുടെ കൊറിയൻ വുമൻസ് അല്ലെങ്കിൽ ജാപ്പനീസ് വുമൻസ് ആണ് മോസ്റ്റ്ലി ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അവരുടെ സ്കിൻ കെയർ റൊട്ടീനിൽ വരുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു ഡബിൾ ക്ലെൻസിങ് മെത്തേഡ്. അപ്പോൾ ഇതിൻ്റെ ഒരു പേരിൽ തന്നെ ഉണ്ട് എന്താണ് സംഭവം എന്നുള്ളത്. ഡബിൾ ക്ലെൻസിങ്, അതായത് നമ്മൾ 2 ടൈപ്സ് ഓഫ് ക്ലെൻസേഴ്സ് വെച്ചിട്ടാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത്. 2 ടൈപ്സ് ഓഫ് ക്ലെൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലെൻസേഴ്സ് വെച്ചിട്ടാണ് നമ്മുടെ ഫേസ് വാഷ് ചെയ്യുന്നത് കേട്ടോ. 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലെൻസേഴ്സ് എന്ന് പറയുമ്പോൾ, ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഡബിൾ ക്ലെൻസിങ് മെത്തേഡിൽ യൂസ് ചെയ്യുന്നത് ഒരു ഓയിൽ ബേസ്ഡ് ക്ലെൻസറാണ്. സെക്കൻഡ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു വാട്ടർ ബേസ്ഡ് ക്ലെൻസേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ചിലവരിങ്ങനെ വിചാരിക്കും, എന്തിനാണ് നമ്മൾ ഒരു ഡബിൾ ക്ലെൻസിങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 2 ക്ലെൻസേഴ്സ് വെച്ചിട്ട് എന്തിനാണ് നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നത്, നമുക്ക് ഒരൊറ്റ ക്ലെൻസർ വെച്ചിട്ട് വാഷ് ചെയ്തെടുത്താൽ പോരെ എന്ന് വിചാരിക്കും. പക്ഷേ ഒരൊറ്റ ക്ലെൻസർ വെച്ചിട്ട് നമ്മൾ വാഷ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ സ്കിന്ന് ക്ലീനപ്പ് ആവുന്നത് ഈ ഒരു ഡബിൾ ക്ലെൻസിങ് മെത്തേഡിലൂടെയാണ്. പ്ലസ് നമുക്ക് നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആക്കിയിട്ട് ഇരുത്താനും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മുടെ ഡബിൾ ക്ലെൻസിങ് മെത്തേഡ്. അപ്പം നമ്മൾ എന്തിനാണ് ഈ ഒരു ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓയിൽ ബേസ്ഡ് ക്ലെൻസറാണ്. ഫസ്റ്റ് അത് തന്നെ നമ്മൾ യൂസ് ചെയ്യണം, അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഡബിൾ ക്ലെൻസിങ് മെത്തേഡിൽ ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് തന്നെ, അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലെൻസ് ചെയ്യുന്നത് നമ്മൾ ഓയിൽ ബേസ്ഡ് ക്ലെൻസർ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓയിൽ ബേസ്ഡ് ക്ലെൻസർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫേസിൽ വരുന്ന ഓയിൽ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ബേസ്ഡ് ക്ലെൻസർ യൂസ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഓയിലിനെ റിമൂവ് ചെയ്ത് കളയുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഓയിൽ ബേസ്ഡ് ക്ലെൻസർ നമുക്കിപ്പോൾ നമ്മുടെ മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഈ ഒരു സംഭവം, ഈ ഒരു ട്രിക്ക് ചെയ്യാം. പ്ലസ് നമുക്ക് എക്സസ് സെബം അല്ലെങ്കിൽ എക്സസ് ഓയിലിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു പ്രോസസ്സ് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ സെക്കൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് ഓയിൽ ബേസ്ഡ് ക്ലെൻസിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ്ലി നമ്മൾ ചെയ്യുന്നത് വാട്ടർ ബേസ്ഡ് ക്ലെൻസറാണ് ചെയ്യുന്നത്. ഈ ഒരു വാട്ടർ ബേസ്ഡ് ക്ലെൻസർ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടെ ഒന്ന് ക്ലീനപ്പ് ആയിട്ട് ഇരിക്കും. ഇപ്പം നമ്മൾ ഭയങ്കര സ്വെറ്റി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെക്കൻഡ് പ്രോസസ്സാണ് സെക്കൻഡ്ലി നമ്മൾ ചെയ്യുന്ന ഈ ഒരു വാട്ടർ ബേസ്ഡ് ക്ലെൻസർ. പ്ലസ് നമ്മൾ ഓയിൽ ബേസ്ഡ് ക്ലെൻസർ കഴിഞ്ഞതിന് ശേഷം ഇപ്പം മേക്കപ്പ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്യുന്നതെങ്കിൽ അതിൻ്റേതായ, അതായത് നമ്മുടെ മേക്കപ്പിൻ്റേതായിട്ടുള്ള റെസിഡ്യൂവൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫേസിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനും ഈ ഒരു സെക്കൻഡ് മെത്തേഡ്, അതായത് നമ്മുടെ വാട്ടർ ബേസ്ഡ് ക്ലെൻസർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് കുറച്ചധികം ഗുണം ചെയ്യുന്ന കൈൻഡ് ഓഫ് സ്കിൻ ടൈപ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഓയിലി സ്കിന്നുകാരെ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഈ ഒരു ഓയിലി സ്കിന്നിൽ ചിലപ്പോൾ നമ്മൾ ഒരൊറ്റ ക്ലെൻസർ വെച്ചിട്ട് ക്ലെൻസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാതെ കുറച്ചുകൂടെ ഒന്ന് മോയ്സ്ചറൈസ് ആക്കിയിട്ട് കീപ്പ് അപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് ഈ ഒരു ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് പറ്റും. പിന്നെ പിമ്പിൾസും ഒക്കെ കോസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് സ്കിൻ ടൈപ്സ് ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഓയിൽ ഒന്നും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ എക്സസ് ഓയിൽ ആയതിനു ശേഷം പിന്നെയും പിമ്പിൾസ് അധികം ആയാലോ എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല. ഓയിലിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഈ ഒരു ഓയിൽ ബേസ്ഡ് ക്ലെൻസിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പിമ്പിൾ കോസിങ് ബാക്ടീരിയാസിനെ നമുക്ക് അവിടെ കില്ല് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഈ ഒരു ഡബിൾ ക്ലെൻസിങ് മെത്തേഡ്. നമുക്ക് സ്റ്റോഴ്സിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു പ്രോഡക്ട്സ് ഒന്നും കയ്യിലില്ലാത്തവരാണെങ്കിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഗതികളും ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ കോൾഡ് പ്രസ്ഡ് കോക്കനട്ട് ഓയിൽ, പിന്നെ നമ്മളെ കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത് നമ്മൾ ആവണക്കെണ്ണൊക്കെ ഉണ്ടാവില്ലേ, ആൽമണ്ട് ഓയിൽ, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് യൂസ് ചെയ്യാം.
അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് എൻ്റെ കയ്യിലുള്ള ഓയിൽസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലെൻസിങ്ങിലേക്ക് പോവാം. സോ ഞാൻ ഓയിൽ ക്ലെൻസ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ കാസ്റ്റർ ഓയിൽ അഥവാ നമ്മുടെ ആവണക്കെണ്ണയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫേസിൽ ലൈറ്റായിട്ട് BB ക്രീം, പിന്നെ ഐ ഷേഡോ, പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ കയ്യിൽ കുറച്ച് നമ്മുടെ ആവണക്കെണ്ണ ഒഴിച്ചതിന് ശേഷം നല്ല പോലെ കയ്യിൽ തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്യാണ് ഇതേപോലെ. അതിന് ശേഷം ഈ ഒരു സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാൻ ഫേസിലൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. മസാജ് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മുടെ ആ ഒരു മേക്കപ്പും പിന്നെ അതേപോലെ തന്നെ ഇമ്പ്യൂരിറ്റീസൊക്കെ ഉണ്ടെങ്കിൽ ഓയിൽ ഇമ്പ്യൂരിറ്റീസൊക്കെ ഇളകി പോകത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ ഒന്ന് സർക്കുലർ മോഷനിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കണ്ണിൻ്റെ ആ ഒരു ഏരിയ ഒക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോഴാണ് നമ്മൾ അപ്പോൾ മേക്കപ്പൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഐ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇളകി പോകത്തുള്ളൂ. അപ്പോൾ നല്ല പോലെ നിങ്ങളുടെ മേക്കപ്പ് ഇളകി വന്നു എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അങ്ങനെ മനസ്സിലായി കഴിയുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് നമ്മുടെ വൈപ്പ് ടിഷ്യൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് അതൊന്ന് തുടച്ച് കളഞ്ഞാൽ മാത്രം മതി കേട്ടോ. ഫേസ് വാഷ് ചെയ്യണ്ട, ജസ്റ്റ് അത് വെച്ചിട്ടൊന്ന് തുടച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു വൈപ്പ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഓയിൽ ക്ലെൻസ് ചെയ്തിരിക്കുന്ന ഫേസിൽ ഇങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുക്കുക. വൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ക്ലെൻസ് ചെയ്ത സമയത്ത് ഇളകിപ്പോയ ആ ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് വൈപ്പ് ഓഫ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഓൾമോസ്റ്റ് നമ്മുടെ മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ഇളകി പോരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാ ഫേസിൻ്റെ എല്ലാ ഭാഗത്തും നല്ല പോലെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുമ്പോൾ കംപ്ലീറ്റ് ഇമ്പ്യൂരിറ്റീസും ഓയിൽ ഇമ്പ്യൂരിറ്റീസും മേക്കപ്പും എല്ലാ കാര്യങ്ങളും നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ഈ ഒരു ഓയിൽ ക്ലെൻസിലൂടെ പോകുന്നു എന്നല്ല, അതിന് ശേഷം നമുക്ക് ചെയ്യാനുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, വൃത്തിയായി. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പായിട്ടുള്ള നമ്മുടെ വാട്ടർ ബേസ്ഡ് ക്ലെൻസിങ് മെത്തേഡിലേക്കാണ് പോകുന്നത്. വാട്ടർ ബേസ്ഡ് ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗാർണിയറിൻ്റെ മിസെല്ലാർ ക്ലെൻസിങ് വാട്ടറാണ് കേട്ടോ. ഇത് നമുക്ക് കുറച്ചുകൂടെ അഫോർഡബിളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. ഇത് അലോൺ നമ്മുടെ മേക്കപ്പും റിമൂവ് ചെയ്യാനും ഒക്കെ നമുക്ക് ഹെൽപ്പിംഗ് ആയിട്ടുള്ള ഒരു ക്ലെൻസറാണ് കേട്ടോ. അപ്പോൾ ഈ ക്ലെൻസർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്ലെൻസർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലെൻസർ വെച്ചിട്ടാണ് ഞാൻ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതേപോലത്തെ തന്നെ ഒരു വൈപ്പിൽ ഞാൻ കുറച്ച് മിസെല്ലാർ ക്ലെൻസിങ് വാട്ടർ ഒഴിച്ചതിന് ശേഷം ഫേസിലൊക്കെ നല്ല പോലെ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മസാജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ടൊരു ഒരു പത പോലെ ഉണ്ടാവും, ഇത് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അതിനുശേഷം ഒരു ക്ലീൻ വൈപ്പ് എടുത്തിട്ട് നമുക്കതൊന്ന് വൈപ്പ് ഓഫ് ചെയ്യാം. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിലുണ്ടായിരുന്ന റെസിഡ്യൂവൽസും കാര്യങ്ങളും ഒക്കെ ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞതുപോലെ മേക്കപ്പിൻ്റെ എന്തെങ്കിലും റെസിഡ്യൂവൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം കേട്ടോ. ഫൈനലി നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫേസ് വാഷ് ആവശ്യമാണ്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഹിമാലയൻ്റെ നീം ഫേസ് വാഷാണ്. അത് ഓയിലി സ്കിന്നുകാർക്ക് നല്ലൊരു ഫേസ് വാഷാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ഫേസ് വാഷാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. സോ നല്ലപോലെ മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഫേസ് വാഷൊക്കെ ഇട്ട് ഫേസ് നല്ല പോലെ ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞു. ശേഷം നമ്മളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനാണ് പോകുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നേച്ചേഴ്സ് എസൻസിൻ്റെ അലോവേറ പെപ്പർമിൻറ്റ് മോയ്സ്ചറൈസിങ് ജെല്ലാണ്. ഇത് ഞാൻ റീസെൻ്റ്ലി മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ നല്ല ഒരു കൂളിംഗ് ഇഫക്റ്റും നല്ലൊരു മോയ്സ്ചറൈസേഷനും ഒക്കെ തരുന്ന ഒരു ജെല്ലാണ്. അപ്പോൾ ഞാൻ ഈ ഒരു മോയ്സ്ചറൈസിങ് ജെല്ല് ഞാൻ രാത്രി മാത്രമാണ് അപ്ലൈ ചെയ്യാറ്, കിടക്കുന്നതിന് മുന്നേ ഒക്കെ അപ്ലൈ ചെയ്യും. അപ്പോൾ ഈ ഒരു നമ്മുടെ സ്കിൻ കെയർ ഡബിൾ ക്ലെൻസിങ്ങും രാത്രി തന്നെ ചെയ്യാൻ നോക്കുക. ഏറ്റവും ബെസ്റ്റായിട്ടിരിക്കുന്നത് രാത്രിയും രാവിലെയും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ ഒരു മോയ്സ്ചറൈസർ ഇട്ട് സ്കിന്നും കൂടെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.